ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞു ഞാനേ. സ്വാഗതം കണ്ണൻ, സ്വാഗതം പറഞ്ഞിടാ. കണ്ണൻ സുന്ദരനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. കണ്ണൻ്റെ പിറന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേ ഡേ നമ്മൾ ആഘോഷിച്ചത്, ഡേറ്റിൻ്റെ അന്നത്തെ ആഘോഷിച്ചതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പോൾ ഈ കണ്ണൻകുട്ടി കെട്ടിരിക്കണോ, ജാനിക്കുട്ടി ഇവിടെ മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കണോ അല്ലേ? കണ്ട ഭയങ്കര ചിരിയിലാണല്ലോ, ഭയങ്കര ചിരിയിലാണല്ലോ. ജാനി എവിടെയാണോ കണ്ണ? ജാനി ഉണ്ടോ വീഡിയോയില്? ജാനി ഉണ്ടാ? നോക്കിയുണ്ടോന്ന് നോക്കി. ജാനി സ്റ്റാച്ചു ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഒന്ന് ചിരിച്ചേടി വേണ്ടേ? ചിരിച്ചു തന്നെ ഇരിക്കുകയാണല്ലേ. എനിക്ക് ഇഷ്ടമായിട്ടാ വീഡിയോസിലൊക്കെ വരാൻ ഇഷ്ടം. അതിന് വേണ്ടി നമ്മുടെ വേറൊരാളത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇഷ്ടമൊന്നുമല്ല വീഡിയോയിലും ഫോട്ടോസിലൊന്നും അങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. അപ്പം നമ്മൾ വരാൻ പറഞ്ഞാൽ വരില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് നീങ്ങിക്കൊണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് നിൻ്റെ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ ഇത് വന്നു. ചെളി വെള്ളത്തിൽ കളിക്കാനായിട്ട്. ചെളിയിൽ വരുമ്പോൾ ഈ വക പരിപാടികളൊക്കെ ഇവിടെ നടക്കും. രണ്ടാളിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പൂവ് കൊടുത്തിട്ടേ, മുല്ലപ്പൂവ് കൊടുത്തിട്ട് രണ്ടാളും പുലിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് രണ്ട് മണവാട്ടികളുണ്ടല്ലോ ഇവിടെ. രണ്ട് മണവാട്ടികളുണ്ടല്ലോ മുല്ലപ്പൂവൊക്കെ വെച്ച്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും നമ്മൾ വിശേഷങ്ങളൊന്നും മിസ് ചെയ്യാണ്ട് നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത് വന്നിട്ട് ഏപ്രിൽ 27 കേട്ടോ. കണ്ണൻ്റെ പിറന്നാളായിരുന്നു, നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ മുൻപ് ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഈശ്വര ആളുകൾ എന്ത് വിചാരിക്കും, ഒരു കൊച്ചിന് അടുത്തടുത്ത് 2 ബർത്ത്ഡേ എന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ കരുതി. പക്ഷെ കണ്ണൻ്റെ നമ്മൾ നാൾ മാത്രമേ എടുക്കാറുള്ളൂ, എല്ലാ വർഷവും നാൾ മാത്രമേ എടുക്കാറുള്ളൂ. ഡേ ഒന്നും നോക്കാറില്ല, ഡേറ്റ് ഒന്നും നോക്കാറില്ല, അങ്ങനെ എടുക്കാറില്ല, നാളെ മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ വർഷം ഡേറ്റ് നോക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ഫംഗ്ഷൻ വെക്കേണ്ടതിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നാളിൻ്റെ അന്ന് എന്തായാലും ഗുരുവായൂർക്ക് പോകണം. അപ്പോൾ ഫംഗ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോകുന്നതും എനിക്ക് ഫംഗ്ഷനും കൂടെ എന്തായാലും ഒരു ദിവസം നടക്കില്ല. അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡേറ്റിൻ്റെ അന്ന് തന്നെ ചെയ്യാം. പിന്നെ നാളിൻ്റെ അന്ന് എന്തായാലും ഗുരുവായൂർ കൊണ്ടുപോകണമെന്ന് ഞാനിങ്ങനെ കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോകാനെന്ന് വിചാരിക്കാൻ കാരണമൊന്നുമല്ല, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അന്ന് ചെന്നപ്പോഴേ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറി തൊഴാനൊന്നും പറ്റിയില്ല, നിന്നുമില്ല. കാരണം അത്രയും തിരക്കിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയെങ്കിലും സാഹചര്യം ഉണ്ടാക്കി കയറാൻ പറ്റിയാൽ തന്നെ കണ്ണനത് ഒട്ടും പറ്റില്ലായിരുന്നു, അത്രയധികം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്ഥിരം എന്താണെങ്കിലും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണും കേട്ടോ. അതെനിക്ക് വളരെ ഒരു എന്താ പറയുക, ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരായിരിക്കും ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ കാണുക. അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവരൊന്നും ആയിരിക്കില്ല, ഒക്കെ ഇങ്ങനെ വേറെ ജില്ലകളിൽ നിന്ന് വന്നവരൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. ഞങ്ങൾ അവിടെ നിന്ന് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ദൂരെ നിന്ന് വന്നവരായിരുന്നു, ഇവിടെ നിന്ന് കൊട്ടാരക്കരയോ അങ്ങനെ ഇവിടെ നിന്നൊക്കെ വന്നവരൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എന്താ പറയുക, ചുറ്റമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നിന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ വരും വഴിക്കാണെങ്കിലും പിന്നെയും റീൽസൊക്കെ കാണുന്നവരോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിലും, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. അന്ന് നമ്മൾ ചെരുപ്പ് വണ്ടിയിലിട്ട് പോയിട്ടേ ആ റോട്ടിൽ കൂടെ അങ്ങനെ കടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അതേപോലത്തെ വെയിലൊക്കെ ആയിരുന്നു. പിന്നെ ഈവനിങ്ങിൽ നമ്മൾക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതെൻ്റെ അടുത്ത് തലേ ദിവസമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരാൾ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറേ നാളുകളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ രാവിലെ എന്തായാലും പോയി കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരാന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അല്ലേ? കോഴിക്കോട് അല്ല ഗുരുവായൂരിന്ന് പിടിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് മനസ്സിലായോ?
അറിയോ? മനസ്സിലായില്ല. അവന് വീഡിയോ മാത്രമേ കാണാൻ, ഇപ്പൊ വീഡിയോ മാത്രമേ കാണലുള്ളൂ. മനസ്സിലായില്ല സത്യന്. സത്യന് ഇപ്പൊ മനസ്സിലായ? ഡാൻസ് കളിച്ച് കാണിച്ചിട്ട് ഇപ്പൊ മനസ്സിലായോ? പക്ഷെ നീ ഇന്ന് കൊറേ കേക്കൊക്കെ കട്ട് ചെയ്തില്ലേ? കേക്ക് കട്ട് ചെയ്തില്ലേ? ഞങ്ങള് ചോക്ലേറ്റ് ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ സൂപ്പർ ഹീറോ. ഇതാണ് അല്ലടാ? ഇതാ നോക്ക് വീഡിയോയില് ബർത്ത്ഡേ ബോയ് ആണ്. ഞങ്ങള് ബർത്ത്ഡേ ബോയ് ആണ്. കണ്ണാ ചെത്താണ് കണ്ണേ. അല്ല ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ പറ്റില്ലേ? ഡാൻസ് കളിക്കണ്ട നമുക്ക്? ഡാൻസ് കളിക്കണ്ടേ? ഡാൻസ് കളിക്കണ്ട? ചെത്താണ്. ഓ എന്റെ ചെത്തേ എന്റെ ഫുൾ എക്സൈറ്റഡ് രാവിലെ അവിടുന്ന് തൊഴുത് അവിടെ ഗുരുവായൂർ ആണോ? അത് ശരി. നക്ഷത്രം നക്ഷത്രം. ഓ അതുകൊണ്ട് പരിപാടി മാത്രം പോയുള്ളൂ, വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല. സന്തോഷായിട്ടാണിങ്ങനെ. കേക്കൊക്കെ കഴിച്ചിരുന്നോ? കേക്ക് മുറിച്ചിടോ? ചിരിക്കിടും പക്ഷെ നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കണ്ടേ? ഡാൻസ് കളിക്കണ്ട നമുക്ക്? ചിരിക്കണോ? ചിരിക്കെടുക്കാവുന്നോ? കഴുത്ത് വേനുണ്ടോ? ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ വേനുണ്ടോ? കൈ വേനുണ്ടോ? കൈ വേനുണ്ടോ? കൈ വേനുണ്ട്. പക്ഷെ അവന് ഓക്കെയാണ്. കൈ എന്റെ ഭാര്യ എന്തേനോ ഇതിനൊക്കെ ആരാ വന്നേ? കടിക്കുക ഫ്രിഡ്ജിനെ കടിക്കുക ഫ്രിഡ്ജിനെ കടിക്കുക. ഏട്ടന്റെ വീഡിയോസ് ഒക്കെ കാണുമോ? ഇഷ്ട ഡാൻസ് അല്ലേ? അടിച്ചുപൊളിയല്ലേ? ആൾക്ക് നാമ ചെല്ലിടത്ത പോലെ ഇഷ്ടല്ല. ഇമോഷനല്ലേ? അത് ശരിയാ, ഫാസ്റ്റ് ആണ് ഇഷ്ടം. നിങ്ങളുടെ വീഡിയോയില് മാത്രം നീ എന്തൊരു സെലിബ്രിറ്റിയാ? ആൾക്കാരുടെ ഫാനാണെന്നറിയോ? ആൾക്കാരുണ്ടോ ഫാൻസ് ആയിട്ട്? എല്ലാവർക്കും നമുക്ക് ഡേറ്റ് കൊടുക്കണ്ടേ? എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുക. അപ്പൊ ഇന്നലെ ഇറങ്ങിയോ വീട്ടിൽ നിന്ന്? ഇന്നലെ രാത്രി ഇറങ്ങി. എനിക്ക് എന്താ വേണ്ടേ? കോഴിക്കോട് കിട്ടില്ല, ബിരിയാണി ഒക്കെ കിട്ടല്ലോ. നമുക്ക് അവനെ വെച്ച് റീൽ എടുക്കാം. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ ബർത്ത്ഡേക്ക് നമ്മള് രണ്ടുപേരും വീഡിയോ എടുത്താലോ? ഇന്ന് മോന്റെ ബർത്ത്ഡേ, ഇന്ന് 28 മോന്റെ ബർത്ത്ഡേ, 29 എന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മള് ഏത് പാട്ട് എഴുതാം? ഏത് പാട്ട് നമുക്ക് ബർത്ത്ഡേ ഒരു പാട്ടൊക്കെ വെച്ച് ഒരു പ്ലാൻ പറഞ്ഞു. എടാ ഒരു പാട്ട് വെച്ച് എന്നിട്ട് ഭയങ്കര സുഖമുണ്ടെന്ന് തോന്നുന്നു. അയ്യോടാ ചിരിച്ചിട്ട് അവനെ കടിച്ച് തിന്നാനൊരു സാധനം വരുന്നുണ്ട്.
ആ കടിച്ചാ വിടില്ല ചോര കണ്ടേ അടങ്ങൂ. ഇത് പൊന്നെ കടിക്കോ? എന്ത് കണ്ണാ? ഇടഞ്ഞാ എന്തിനാ ചക്കരേ? ഡാൻസ് കളിക്കാം നമുക്ക്? ഡാൻസ് കളിക്കാം. ചേടാ. ഒന്നുകൂടെ ഹെഡ് ഹെഡ് അടിച്ച് ചിരിച്ചില്ല ചിരിച്ചില്ല കള്ളക്കിട്ട് ചിരിച്ചില്ല. ഒന്നുകൂടെ റെഡി 1 2 3 കണ്ണ 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 അങ്ങോട്ട് വരൂ. കണ്ണ കമോൺ ബേബി. കണ്ണ ഹെഡ് ഹെഡ് കണ്ണനപ്പോൾ അവർ വന്ന സമയത്തൊക്കെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്ന് കയ്യിലിരുന്ന് ഇങ്ങനെ വാവാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റൂമിൽ കൊണ്ടു ചെന്ന് ഒന്ന് കിടത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും റീൽസ് എടുക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴേ ആൾ കരുതി എന്തോ അതിപ്പോൾ വീട്ടിലാരെങ്കിലും വരുന്നു, ഗസ്റ്റുകൾ വരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടി പ്രിപ്പറേഷൻസ് നടത്തുകയാണ്. അയ്യോ അത് അവരിപ്പോൾ വരും, വേഗം റെഡിയാവും, അല്ലെങ്കിൽ വേഗം അതെടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴേ അങ്ങനെ ഏത് ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പരാക്രമമൊക്കെ കാണിച്ച് ചേട്ടാ അത് വാങ്ങു ചേട്ടാ, അല്ലെങ്കിൽ ഇത് വാങ്ങു ചേട്ടാ, അത് ചെയ്യ ചേട്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ലഹളയായിരിക്കും കേട്ടോ. അപ്പോൾ അതെനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വരുന്ന കാര്യം ഞാൻ കണ്ണൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വലിയ വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വന്നപ്പോഴും നല്ല സന്തോഷമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ബെഡിൽ കിടത്തിയിട്ട് ഇവർ വലിയ ഇങ്ങനെ എല്ലാവരും കൂടെ നിന്നിട്ട് റീൽസ് എടുക്കേണ്ട കാര്യമാണെങ്കിലും എല്ലാം ഇങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കണ്ണന് എന്തോ ഒരു പന്തികേട് തോന്നി. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്നെ പിടിച്ചിട്ട് എന്താണാവോ അങ്ങനത്തെ ഒരു ഇനി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഗൂഢാലോചനകളൊക്കെ നടക്കുന്നത് കണ്ടപ്പോൾ എന്താണാവോ എന്ന് കരുതിയിട്ട് ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടോ. അതാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ വലിയ അടച്ചിലൊന്നുമല്ല, കുഞ്ഞൊരു സങ്കടങ്ങളൊക്കെ വന്നു. കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞെടുക്കുക. ചെയ്യുന്നതിന്റെ ഒരു പോസിറ്റീവ് എന്താ പറയുക, അവനിപ്പോ എത്ര ആൾക്കാർ അറിയാം. അത് ആ ഒരു എന്താ പറയാ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവനെ പരിചയപ്പെടുത്തി, അതൊരു ഭയങ്കര പോസിറ്റീവ് അല്ലേ. അപ്പൊ കൂടുതൽ അങ്ങനെ അറിയിക്കണം അല്ലേ മോളെ, ആൾക്കാർ അറിയണം. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ വയ്യാത്ത കുട്ടികളോ എന്തെങ്കിലും കുഞ്ഞു പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കൊക്കെ അതൊരു ഭയങ്കര പോസിറ്റീവാണ് സ്വാതി ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അപ്പോ ഇതിൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസീവ് ഒക്കെയാണ് അവന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക ചേച്ചി. പക്ഷെ ഈ സ്വാതി അപ്പൊ ഇത് അങ്ങനെ വരുമ്പോ അതിന്റെ വാല്യൂ പോട്ടെ ചേച്ചി സ്വാതി നല്ല എക്സ്പെൻസീവ് ആണല്ലേ കാര്യങ്ങളൊക്കെ. അപ്പൊ ഒന്നുമില്ല മക്കളെ, 5 മാസം ഇപ്പൊ 10 വയസ്സായി അല്ലേ. ജന്മനല്ല അത് 5 മാസം വരെ ചെയ്യേണ്ടതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല, പനി വന്നു, ഫിക്സ് വന്നു, അങ്ങനെ പറഞ്ഞില്ല.
വേറെ അതുവരെയുള്ളതൊക്കെ നോർമലായിട്ട് അതെ, മനസ്സിലായി. പെട്ടെന്ന് ഉണ്ടായിരുന്നത് പോലും പോയപ്പോഴേ നമുക്കത് കുറെ നാളത്തേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു മനസ്സിലൊക്കെ. ഇപ്പൊ ഞാൻ നിർദ്ദേശിച്ചിട്ട് പോയി. സ്വാതിക്കുട്ടി, അദ്ദേഹം സ്വാതിക്കുട്ടി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ കണ്ണന്റെ അമ്മയാണ്. അപ്പൊ കണ്ണന്റെ അമ്മ 5 മാസം തൊട്ടിട്ടാണ് കണ്ണനെ. പക്ഷെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണം ഇവരെന്തൊരു ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ. ഇൻസ്പിറേഷൻ ആണ്. കാരണം എല്ലാരും പെയിൻഫുള്ളി കാണിക്കുന്ന ഒരു സാധനം ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് അവനെ എടുത്ത് ചേച്ചി ചെയ്യുന്നാലും അവനായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. നീ എന്താ ഉടക്കുന്ന ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നീ മുടയിടാണോ കണ്ണാന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഗ്രേറ്റ്. അതെ. അപ്പോ ഒന്നുമല്ല, നിങ്ങള് ജീവിതത്തില് ഇതൊക്കെ ഒരുപാട് സന്തോഷം അതുപോലെ പെയിനും ഒരുപാട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഉണ്ടായത്. മോളുടെ ചിരിയും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഒന്നുമല്ല, ചേച്ചി ഇപ്പൊ ഈ നിൽക്കുന്ന വീടും എല്ലാ റെന്റിനും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ നിങ്ങള് വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. നിങ്ങളൊക്കെ നേരിട്ട് വന്നിട്ട് മോന്റെ അവസ്ഥയും സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് വേറെ നിങ്ങൾ എങ്ങനെ എടുക്കുക ഒന്നും നമുക്ക് ഒന്നും അറിയില്ല. പക്ഷെ എങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. ഇവിടെ നിന്നിപ്പോൾ പെയിനും സന്തോഷം ഒരുമിച്ചാണ്. അപ്പം മോന് നല്ലതാവട്ടെ. അവന് ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നല്ലൊരു രീതിയിലേക്ക് എത്തി അവൻ ഓടിച്ചാടി നടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളെ കൂടെ ഉണ്ടാവണം. ഇത് വേറെ ഒന്നുമില്ല അല്ല, നമ്മളെ എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാല് ഈ ആളുടെ പോസിറ്റീവ് അത് നമ്മൾ കാണാതെ പോകരുത്. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇവിടെ വരുന്നവരെ അവന്റെ കൂടെ അവന്റെ ബർത്ത്ഡേ ഞങ്ങളെ എന്റർടൈൻ ചെയ്യാ, അവനെ എന്റർടൈൻ ചെയ്യാ എന്നൊക്കെ വിചാരിച്ച് പോവാന്നൊക്കെയുള്ള പ്ലാനിൽ തന്നെയാ വന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ലൈക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നത് മാത്രം. ബാക്കി ചേച്ചി പറഞ്ഞ മാതിരി എന്താ പറയാ എല്ലാം പോസിറ്റീവ് ആവട്ടെ അല്ലെ കണ്ണാ. എനിക്ക് കണ്ണൻ ഇമോഷണൽ ആയി കുറച്ച്. നീ അല്ലേ നേരത്തെ കരഞ്ഞത് ഇപ്പൊ ചിരിക്കുന്നത്. കണ്ണന്റെ ചിരിച്ച മുഖം നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു ഗൈസ്. കണ്ണന്റെ കരഞ്ഞ മുഖം ആരും കാണണ്ട. അപ്പൊ ഞങ്ങളും ചേച്ചി എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചേച്ചി പറയുന്ന നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതോടൊക്കെ ശരിയാവും. നോക്കിക്കൊണ്ടല്ലേ എല്ലാം ശരിയാവും. നോക്കിക്കൊണ്ട് അത് ഉറപ്പാണ്. ചേച്ചിന്റെ ഇപ്പത്തെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റെന്ത് മെഡിസിനേക്കാളും ഗുണം ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം ചേച്ചി അവനോട് കാണിക്കുന്ന ആ ഒരു വേ ആണ്. എല്ലാവരും കണ്ട് പഠിക്കണം ചേച്ചി ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്കൊരു എനിക്ക് ചേച്ചി സത്യം പറഞ്ഞാല് ഒരു കുഞ്ഞുമാവിനെ പോലെ ഇട്ടില്ല. പക്ഷെ ചേച്ചിന്ന് വിളിക്കുന്ന ആ റെസ്പെക്ട് അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇതോടൊക്കെ നോക്കിക്കൊണ്ടു നമ്മുടെ എല്ലാവർക്കും നമ്മുടെ മലയാളികൾക്കൊക്കെ ഭയങ്കര ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പെയിനും സന്തോഷാക്കുമ്പോന് ഉറപ്പായിട്ടും അടിപൊളിയാവും. നോക്കിക്കൊണ്ട് ചേച്ചി വിഷമിക്കണ്ട. ഈ വീഡിയോകളൊക്കെ എല്ലാ സെറ്റാവും. ഞങ്ങൾ പോവാണ്. നല്ലൊരു ബർത്ത്ഡേ ആഘോഷിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. എന്റെ ബർത്ത്ഡേ കണ്ണന്റെ കൂടെയാണ്. ഞാൻ വേറെ എവിടെയും ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ കണ്ണന്റെ കൂടെ മുന്നോട്ട് പോകും അല്ല. അപ്പൊ അടിപൊളി ആയിക്കോട്ടെ. അപ്പൊ കാണാം. ഇതാരാ ബലം പിടിക്കണേ? സ്ട്രോങ് ആണ്. മസിലൊക്കെ നല്ല ബലം പിടിച്ചാണല്ലേ. ഇത് കണ്ണന്റെ കുഞ്ഞു പെങ്ങളാണ്. കണ്ണന്റെ കുഞ്ഞു പെങ്ങള് കണ്ടോ? അവനെ എന്തൊരു കെയറിംഗ് അല്ലേ. കണ്ണന് ഭയങ്കര ഇഷ്ടല്ലേ. ഞങ്ങൾ അതെ അതെ ഡയറി മിൽക്ക് കഴിക്കണം. സമാധാനം എല്ലാരും ഒന്ന് പോയി തരും. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കുട്ടി.
പോട്ടട്ടോ വീട്ടിൽ വരുന്നവർ അതിശയിപ്പിക്കുന്നോ നീ? ബൈ ബൈ ഡിയർ മുട്ടോണ്ട് ഞാൻ പോട്ടെ കുട്ടിക്കണ്ണ കണ്ണപ്പൊണ്ണുണ്ടോ ടാറ്റ പൊണ്ണുണ്ടോ വീട്ടിൽ വന്നവർ ഇങ്ങനെ നീ ആട്ടിപ്പയക്കാൻ പാടോ? ആട്ടിപ്പയക്കാൻ പാടോ? പോട്ടെ കേട്ടോ, വിളിക്കട്ടോ. പോട്ടെ പോട്ടെ ഇല്ലടാ, ഞാൻ എന്തായാലും വരും. ഞാൻ എന്തായാലും ഇവിടെ മറ്റേ തൃശ്ശൂര് വരുമ്പോ ഷുവർ ഡൺ ഉറപ്പായിട്ടും. ഓക്കെ, ഞാൻ തൃശ്ശൂര് വരുമ്പോ എന്തായാലും ഇവിടെ ചോക്കിട്ട്. ഓക്കെ, ഞാൻ എറണാകുളം എന്തായാലും മാസത്തിൽ ഒരു പ്രാവശ്യം പോകും. അപ്പൊ ഞാൻ ഈ വഴിക്ക് എന്തെങ്കിലും തിരക്ക് പിടിച്ചിട്ടായിരിക്കും പോവാ, പക്ഷെ വരുമ്പോ ഞാൻ വരും കേട്ടോ. ഞാൻ ഏതെങ്കിലും വീഡിയോയില് കാണട്ടെ എറണാകുളത്ത് എങ്ങനെയുണ്ട്. ഡെഫിനറ്റ്ലി വരും കേട്ടോ. ബൈ ബൈ. നോക്കാം, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ കണ്ണന്റെ എല്ലാ പ്രോബ്ലം തീരും. നോക്കിക്കോ. അവര് നീ പോണേന്ന് പറഞ്ഞാൽ നിനക്ക് ഇടി കിട്ടണ്ടേന്ന്. പോണേന്ന് പറഞ്ഞ ഇടി കിട്ടുന്നില്ല. വിഷമായി പോണത്. പോണ്ടേ പോവാന്ന്. ഇവിടെ നിൽക്കാൻ പറയാം നമുക്ക്. മുന്നോ അടുത്ത ദിവസം വരാട്ടോ. ശരിടാ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വരാം, അടുത്ത വിശേഷങ്ങളുമായി വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ. അപ്പോൾ കണ്ണന് പോയപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. അവർ വണ്ടി അങ്ങോട്ട് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ആൾക്കൊരു സങ്കടമൊക്കെ വന്നു. അതാ പിന്നെ ഞാൻ റോഡിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രതീക്ഷിക്കാത്ത ഒരു അതിഥികളായിരുന്നു അവർ. വന്നപ്പോഴാണെങ്കിലും എനിക്ക് വരുന്നതിലും